ഈ ആഴ്ചയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ കാര്യത്തിൽ അവതരിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥ ജനങ്ങളുടെ അധികാരികളുടെ ഒക്കെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു പരമ്പര കേരള വിഷൻ ചാനൽ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഈ റോഡുകളിലെ കുണ്ടും കുഴിയും ഉള്ള അവസ്ഥകളാണ്. സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളുടെ കാര്യങ്ങൾ, ശോച്യാവസ്ഥകൾ അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു എന്നാ വാ കുഴിയടയ്ക്കാം എന്നുള്ള ഒരു പരമ്പരയുടെ ലക്ഷ്യമായി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യ പടി എന്നോണം ഒരു ഇമ്പാക്റ്റിലേക്ക് ഈ വാർത്തകൾ എത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ കാര്യമാണ്. അതാണ് ഇന്നത്തെ കാര്യത്തിൽ അവതരിപ്പിക്കാനുള്ളത്. കോഴിക്കോട് മാളിക്കടവ് പുതിയങ്ങാട് റോഡിൻ്റെ ശോച്യാവസ്ഥയെക്കുറിച്ചുള്ള വാർത്തയാണ് കോഴിക്കോട് ബ്യൂറോയിലെ മേഘ്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക്, അധികാരികളുടെ മുന്നിലേക്ക് എത്തിച്ചത്. ആ വാർത്ത എന്തായാലും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനെ തുടർന്ന് ആ റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി 53 ലക്ഷം രൂപ അനുവദിക്കാനുള്ള നടപടിയിലേക്ക് പൊതുമരാമത്ത് വകുപ്പ് എത്തിച്ചേർന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ വാർത്ത അല്ലെങ്കിൽ ആ ഒരു നടപടിയിലേക്ക് എത്തിയിട്ടുള്ള വാർത്തയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. റോഡല്ല, വേറെ എന്തെങ്കിലും പേരിടണതിന്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരാ ഉണ്ടാവുക? നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഭയങ്കര ഉപദ്രവമായിന്. ഈ വാട്ടർ അതോറിറ്റി വന്ന് കുഴി ഒഴിച്ച് അതൊരു മൂടിയിട്ടില്ല. ഞാൻ പല PWDക്കാരെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കൗൺസിലേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്. ശാശ്വത പരിഹാരം ആരും കാണുന്നില്ല. നടന്നു വരുന്ന സമയത്ത് 2 ബസ് ആ സൈഡും ഈ സൈഡും പോകുമ്പോൾ നടക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ചൊന്ന് സ്പീഡെങ്കിലും കുറയ്ക്കണം, പക്ഷെ അതും ഇല്ല. നല്ല സ്പീഡിലാണ് അവർ പോണതും. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ തന്നെയാണ് എന്നും കേരള വിഷൻ ഉയർത്തി കാണിച്ചിരുന്നത്. അതിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സന്തോഷിക്കാതിരിക്കാനാവുക? 53 ലക്ഷം രൂപയുടെ ഒരു ഭരണാനുമതി പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് വന്നിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ അടിയന്തര അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഉള്ളൊരു ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കാണുന്നത്? റോഡ് നന്നായി കിട്ടിയാൽ മതി. എത്ര കാലം എടുക്കും എന്നുള്ളതും കൂടി അതിൻ്റെ കൂടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. അനുവദിച്ചത് തന്നെ വലിയ സന്തോഷം. കേരള വിഷനും മറ്റുള്ള TV ചാനൽസും എല്ലാവരും ഇത് ചെയ്തത് കാരണം അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ പ്രയാസങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇനിയും അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കേരള വിഷൻ എന്നും ഒപ്പമുണ്ടാകും എന്നുള്ള ഉറപ്പോടുകൂടി